ഖുർആൻ വായനയിലെ മധുരാനുഭവങ്ങൾ ഖുർആൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി സുബൈർ പീഡിയക്കലിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. الله نزل أحسن الحديث كتابا متشابها مثاني تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي من يشاء ومن يضلل الله فما له من هاد. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, കാരുണ്യവാനായ റബ്ബിൻ്റെ നിയമാനുശാസനകൾ മാനിച്ച് പാലിച്ച് ജീവിതം പരമാവധി പരിവർത്തിപ്പിക്കാൻ കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ISMൻ്റെ നേതൃത്വത്തിലുള്ള QHLSൻ്റെ സംസ്ഥാന സംഗമത്തിന് സാക്ഷികളാവുകയാണ് നമ്മൾ. ഇവിടെ ഖുർആൻ വായനയിലെ മധുരാനുഭവങ്ങൾ എന്ന തലവാചകത്തിലുള്ള ചർച്ചയാണ്, അഭിപ്രായങ്ങളാണ്, വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ: വിശുദ്ധ ഖുർആൻ. ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ നിരന്തരം വിശുദ്ധ ഖുർആൻ്റെ വരികളിലൂടെ കടന്നു പോവുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് അവൻ 5 നേരവും സൂറ ഫാത്തിഹ പാരായണം ചെയ്യാതെ അവൻ്റെ 5 നേരത്തെ നിർബന്ധ നമസ്കാരം പോലും അവന് നിർവഹിക്കാൻ കഴിയില്ല. അവൻ്റെ നമസ്കാരത്തിൽ അവൻ വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുന്നു. അതിനും പുറമെ വ്യത്യസ്തങ്ങളായ സൂറകളിലൂടെ കടന്നു പോകുന്നു. അതിനും പുറമെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതകരമായ വരികളിലൂടെ അവൻ കണ്ണോടിക്കുന്നു. ലോകത്ത് വ്യത്യസ്തങ്ങളായ മതദാർശനിക പ്രമാണങ്ങളുണ്ടെങ്കിലും ഇത്രമേൽ വായിക്കപ്പെടുന്ന, ഇത്രയധികം ഒരു വലിയ ജനക്കൂട്ടം അല്ലെങ്കിൽ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യർ ഓരോ ദിവസവും ജീവിതത്തിൻ്റെ വ്യത്യസ്ത സമയങ്ങളിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിൽ ഒരേ സമയം വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നിരന്തരം ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ റബ്ബിൻ്റെ ഗ്രന്ഥത്തിന് അവനിട്ട പേരുപോലും ഖുർആൻ എന്നാണല്ലോ. വായിക്കപ്പെടുന്ന രേഖ, വായിക്കപ്പെടേണ്ടത് എന്ന അർത്ഥതലത്തിലെല്ലാം അതിനെ നമുക്ക് കാണാം. എന്ത് ഈ അവസാന വേദഗ്രന്ഥത്തിന് പടച്ചറബ് ഖുർആൻ എന്ന് തന്നെ പേരിട്ടത്? ഉത്തരം അല്ലാഹു അഅലം എന്നേ നമുക്ക് പറയാൻ വകുപ്പുള്ളൂ. എങ്കിലും ചില പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു വെച്ചതുപോലെ ലോകാവസാനം വരേക്കും സത്യവിശ്വാസികളുടെ അധരങ്ങളിലൂടെ അതെന്നെന്നും പാരായണം ചെയ്യപ്പെടേണ്ടതിനാലാവാം ഒരുപക്ഷെ ഖുർആൻ എന്ന് തന്നെ പടച്ചറബ് അതിന് പേര് നൽകിയിട്ടുണ്ടാവുക. ഖുർആനിന് വ്യത്യസ്ത നാമങ്ങളുണ്ട് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ ഷിഫയാണ്, ഖുർആൻ ഹുദയാണ്, ഖുർആൻ എല്ലാ അർത്ഥത്തിലും ബുർഹാനാണ്. ഖുർആനിനെ കുറിച്ച് അൽ കിതാബ്, അൽ ഖയ്യിം, അന്നൂർ എന്നെല്ലാം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ചുരുക്കത്തിൽ ലോകത്ത് നിരന്തരമായി വായിക്കപ്പെടുന്ന, നിരന്തരമായി പാരായണം ചെയ്യപ്പെടുന്ന ഒരേ ഒരു വേദപ്രമാണം വിശുദ്ധ ഖുർആനിനെ നമുക്ക് കാണാം, നമുക്ക് വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കടന്നു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യ വചനം പ്രവാചകനെ ചൊല്ലി കേൾപ്പിക്കുന്നത് പോലും ഇഖ്റ, വായിക്കുക, ഓതുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നുണ്ടായ അനുഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ജിബ്രീൽ അദ്ദേഹത്തെ ഗാഢാലിംഗനം ചെയ്ത വിവരവും, തുടർന്ന് ഇഖ്റ വായിക്കാൻ ആവശ്യപ്പെടുകയും, തുടർന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടികർത്താവായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിച്ചു കൊള്ളുക എന്ന
ശ്രദ്ധേയമായ സൂറ അലക്കിലെ ആദ്യത്തെ 5 വചനങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കുകയും അത് ഏറ്റുചൊല്ലുകയും തനിക്കുണ്ടായ ജീവിതത്തിലെ ശ്രദ്ധേയമായ പടച്ചറബിൽ നിന്നുള്ള വല്ലാത്ത സമ്മാനമായി തന്നെ പ്രവാചകനായും തനിക്ക് പ്രവാചകത്വം നൽകി അള്ളാഹുവിൽ നിന്നുള്ള വിശാലമായ റഹ്മത്തായ വഹി നൽകി തന്നെ പരിഗണിച്ച പടച്ചറബിനെ വാഴ്ത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത്, വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഖുർആൻ തുടങ്ങുന്നു. ആ വായനയിലൂടെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നു. ഓതിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നു എന്ന് ചുരുക്കം. സാധാരണ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മളേറെ സ്നേഹിക്കുന്ന ഒരാൾ, നമ്മളേറെ ബഹുമാനിക്കുന്ന ഒരാൾ, നമ്മുടെ ഏറ്റവും അടുത്ത ഒരാൾ, നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൽ നിന്നൊരു മെസ്സേജ് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തുമാത്രം താല്പര്യത്തോടു കൂടെ ആയിരിക്കും ഈ കാലഘട്ടത്തിലും. അത് മൊബൈലിൽ വന്ന മെസ്സേജ് ആണെങ്കിലും, വാട്സപ്പ് മെസ്സേജ് ആണെങ്കിലും, ഫേസ്ബുക്കിൽ വരുന്ന വാർത്തകളാണെങ്കിലും, വിവരങ്ങളാണെങ്കിലും നമുക്ക് എന്തുമാത്രം ഇഷ്ടവും സ്നേഹവും താല്പര്യവും അടുപ്പവും ബന്ധവുമുണ്ടോ അത്ര കണ്ട് അതിനോട് ഇഷ്ടവും താല്പര്യത്തോടുകൂടെ വല്ലാത്ത രീതിയിൽ ആ മെസ്സേജിനെ നമ്മൾ പരിഗണിക്കും. ഇത് പടച്ചറപ്പിൻ്റെ മെസ്സേജാണ്. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ചറപ്പിൻ്റെ വർത്തമാനമാണ്, അവൻ്റെ സംസാരമാണ്, അവൻ്റെ മെസ്സേജാണ്, അവൻ്റെ സന്ദേശമാണ്. അതെ, നമ്മേക്കാളേറെ നമ്മെ സ്നേഹിക്കുന്നവൻ്റെ, ലോകത്തെ പരമാണു മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളെയെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ സംസാരമാണ് ഖുർആൻ. എത്ര കണ്ട് നമ്മൾ അതിനെ പരിഗണിക്കേണ്ടതുണ്ട്, എത്ര കണ്ട് നമ്മൾ അതിനെ താല്പര്യപൂർവ്വം സമീപിക്കേണ്ടതുണ്ട്, എത്ര കണ്ട് പടച്ചറബിന് നമ്മോട് ഇഷ്ടമുണ്ട്, എന്തുമാത്രം പടച്ചറബ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്, എന്തുമാത്രം നമ്മൾ പടച്ചറബിനെയും സ്നേഹിക്കേണ്ടതുണ്ട്, എന്തുമാത്രം നമ്മൾ പടച്ചറബിനെ ഇഷ്ടപ്പെടേണ്ടതുണ്ട്, എന്തുമാത്രം ഹൃദയം തുറന്ന് പടച്ചറബിൻ്റെ മുന്നിൽ നമ്മൾ സുജൂദ് ചെയ്യേണ്ടതുണ്ട്, എന്തുമാത്രം ഹൃദയം തുറന്ന് നമ്മുടെ ഹൃദയവേദനകളും നമ്മുടെ ആശങ്കകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മൾ നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ തുറന്ന മനസ്സുമായി സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വേദനകൾ അറിയുന്നവൻ, നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ, ആ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ കഴിവുള്ള ഒരേ ഒരു ശക്തി അവൻ്റെ വർത്തമാനമാണ് ഖുർആൻ എന്ന ബോധത്തോടുകൂടെ, അവൻ്റെ വർത്തമാനമാണ് ഖുർആൻ, അവൻ്റെ കലാമാണ് ഖുർആൻ എന്ന ബോധ്യത്തോടുകൂടെയാകണം വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ നമ്മൾ കണ്ണോടിക്കേണ്ടത് എന്ന് ചുരുക്കം. വിശുദ്ധ ഖുർആന്റെ വരികൾ വായിക്കേണ്ടത് എന്ന് ചുരുക്കം. പടച്ചറബ് നമ്മോട് സംസാരിക്കുന്നു എന്ന ബോധത്തോടെ, പടച്ചറബ് നമ്മോട് വർത്തമാനം പറയുന്നു എന്ന ബോധ്യത്തോടുകൂടെ വിശുദ്ധ ഖുർആൻ വായിക്കുന്നുവെങ്കിൽ എന്തെന്നില്ലാത്ത അനുഭവവും അനുഭൂതികളിലൂടെ കടന്നു പോവാൻ നമുക്ക് കഴിയും. കേവലം യാന്ത്രികമായി ആർക്കോ വേണ്ടി കേവലം ഒരു ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന ലാഘവത്തോടു കൂടെയാണ് അള്ളാഹുവിൻ്റെ വരികളെ നമ്മൾ കാണുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ വരികളിലൂടെ നമ്മൾ കണ്ണ് പായിക്കുന്നതെങ്കിൽ, ആ ഒരു മനസ്സോടുകൂടെ മാത്രമാണ് പടച്ചറബിൻ്റെ വർത്തമാനങ്ങളെ നമ്മൾ നോക്കിക്കാണുന്നുവെങ്കിൽ ഏതർത്ഥത്തിലുള്ള സ്വാധീനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഖുർആൻ ചെലുത്തുക. അതേസമയം ഇതിൻ്റെ ദൈവികതയെക്കുറിച്ചുള്ള ബോധ്യത്തോടു കൂടെയാണ് ഖുർആൻ വായിക്കുന്നതെങ്കിൽ, ഖുർആന്റെ വരികളിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിക്കും, നമ്മുടെ ഹൃദയത്തെ അത് പിടിച്ചു കുലുക്കും. സ്വാഭാവികമായി നമ്മുടെ കണ്ണുകൾ നിറയും. ഖുർആന്റെ വരികളിലൂടെ കണ്ണോടുക്കുമ്പോൾ ചില വരികൾക്ക് മുന്നിൽ സന്തോഷപുളകിതമായി നമ്മുടെ കണ്ണുകൾ നിറയും. ചില വരികൾക്ക് മുന്നിൽ വിശുദ്ധ ഖുർആന്റെ ശക്തമായ താക്കീതുകൾ അത് ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ആഴ്ന്നുകുത്തി അതേ ഭയപ്പാടോടുകൂടെ അതേ ചുടുനീരുകൾ കണ്ണിൽ നിന്നിട്ട് വീഴും. ചില സമയത്ത് രോമാഞ്ചവും ഉണ്ടാകുമെന്നുള്ള ഖുർആന്റെ വർത്തമാനങ്ങൾ തന്നെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായത്തിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, അല്ലാഹുവാണ് ഏറ്റവും നല്ല വർത്തമാനം അവതരിപ്പിച്ചവൻ. കിതാബൻ മുതശാബിഹൻ മസാനി, അതെ പരസ്പരം സാമ്യമുള്ള വചനങ്ങൾക്ക് പരസ്പരം സാമ്യമുള്ള, അതേപോലെ തന്നെ ആവർത്തിച്ച് വായിക്കപ്പെടുന്ന പടച്ചറബിൻ്റെ വിശുദ്ധ പ്രമാണം, പടച്ചറബിൻ്റെ തിരുവചനങ്ങൾ, അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങൾ. തങ്ങളുടെ നാഥനെ ഭയക്കുന്ന ആളുകൾക്ക് രോമാഞ്ചമുണ്ടാകും ഖുർആന്റെ വരികൾ വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആന്റെ വരികൾ കേൾക്കുമ്പോൾ, ഖുർആൻ വായിക്കുന്ന ഖുർആൻ ചർച്ച ചെയ്യുന്ന സദസ്സുകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുമെന്നാണ് അള്ളാഹ് പറയുന്നത്. പക്ഷേ ആ രോമാഞ്ചം ഉണ്ടാകുന്നത് അതേ പടച്ചറബിനെ കുറിച്ചുള്ള ബോധമുള്ള ആളുകൾക്ക്,
അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യമുള്ള ആളുകൾക്ക്, പടച്ചറബിനെ കുറിച്ച് പേടിയുള്ള ആളുകൾക്ക്, തഖ്വയുള്ള ആളുകൾക്ക്, ഖുശൂ ഉള്ള ആളുകൾക്കാണ് രോമാഞ്ചമുണ്ടാകുക എന്നാണ് അല്ല തന്നെ സൂറ 39-ാമത്തെ സൂറയിലെ 24-ാമത്തെ ആയത്തിലൂടെ നമ്മെ ത്വര്യപ്പെടുത്തുന്നത്. എന്നിട്ട് അല്ല പറഞ്ഞു, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, ദിക്റുള്ളയിലേക്ക്, അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് അവരുടെ ചർമ്മങ്ങളും അവരുടെ ഹൃദയങ്ങളും അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്വിതരാകുമെന്നാണ്. പടച്ചറബിന്റെ മുന്നിൽ വിനയാന്വിതരാകും അവരുടെ ചർമ്മങ്ങളും അവരുടെ ഹൃദയങ്ങളും. അത്രമേൽ അള്ളാഹുവിൻ്റെ വരികളാൽ സ്വാധീനിക്കപ്പെട്ട മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ഉടമകളായി, എല്ലാ അർത്ഥത്തിലും വിനയാന്വിതരായി, രോമാഞ്ചമണിയുന്നവരായി പടച്ചറബിന്റെ മുന്നിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകൾ. ഇത് അള്ളാഹുവിൻ്റെ ഹുദയാണ്, അല്ല നൽകുന്ന സമ്മാനമാണ്, പടച്ചറബിൽ നിന്നുള്ള മാർഗദർശനമാണ്. അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് പടച്ചറബ് ഈ സമ്മാനം നൽകുക. ആരെയെങ്കിലും പടച്ചറബ് പിഴവിലാക്കിയാൽ പിന്നെ അവന് നേരായ വഴി കാണിച്ചു കൊടുക്കാൻ ആരുമുണ്ടാവില്ല, അവന് നേരായ വഴിമാർഗം കാണിച്ചു കൊടുക്കാൻ ആരുമുണ്ടാവില്ല എന്ന് ഗൗരവത്തോടെ ഖുർആൻ താക്കീത് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ വരികളെ ആ ഒരു ഗൗരവത്തോടെ കേട്ട, ആ ഖുർആന്റെ വരികളെ ആ ഒരു തിരിച്ചറിവോടുകൂടെ ആ വരികളിലൂടെ കണ്ണോടിച്ച ആളുകൾക്ക് തീർച്ചയായും എന്തെന്നില്ലാത്ത അത്യന്താനുഭൂതികൾ ഉണ്ടാകും, മധുരിതമായ അനുഭവങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമാണത്. എന്തിനേറെ വിശുദ്ധ ഖുർആന്റെ വരികൾ കേട്ട വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതിലെ ശ്രദ്ധേയമായ ഒരു അനുഭവമാണ് നജാശിയുടെ അനുഭവം. ജാഫർ ബിൻ അബി താലിബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ എത്തോപ്യയിലെ ക്രൈസ്തവ രാഷ്ട്ര സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് ഹിജറ പോവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകുന്നു. ജാഫർ ബിൻ അബി താലിബും സംഘവും എത്തോപ്യയിലേക്ക് ക്രൈസ്തവ രാഷ്ട്ര നായകനായ നജാശിയുടെ കീഴിലുള്ള ആ രാഷ്ട്രത്തിൽ അഭയം തേടുന്നു. അവരെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ കടന്നു വരുന്നു മക്കയിൽ നിന്ന് അബൂജഹലും കൂട്ടരും നിശ്ചയിച്ച ചില ആളുകൾ. അക്കൂട്ടത്തിൽ ബുദ്ധിമാനും അതീവ തന്ത്രജ്ഞനുമായ അംർ ബിൻ ആസിനെ പോലെയുള്ള അറബികൾ വളരെ അഭിമാനത്തോടെ നോക്കിക്കണ്ട മൂർച്ചയുള്ള തലച്ചോറിനുടമയായ അംർ ബിൻ ആസ് അടക്കമുണ്ട്. വ്യത്യസ്തങ്ങളായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ ആശയം പഴച്ചതാണ്, വാദങ്ങൾ പഴച്ചതാണ്, നിങ്ങളുടെ മതത്തിനെതിരെ വരെ സംസാരിക്കുന്നവരാണ് ഇവർ. യേശുവിനെ പോലും ദൈവമല്ലെന്ന് പറയുകയും നിങ്ങൾ വെച്ചു പുലർത്തുന്ന ആശയത്തിന്റെ വിരുദ്ധമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നവരാണ് ഇവർ. ഇവരെ പുറത്താക്കണം, ഇവർ നിങ്ങൾക്ക് അപകടം വിതക്കും, അപകടകാരികളാണ് ഇവർ എന്നർത്ഥത്തിലുള്ള വർത്തമാനങ്ങൾ പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ പ്രവാചകൻ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത്? എന്തൊരാശയവും ആദർശവും സന്ദേശവുമാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അന്ന് നജാശിയുടെ രാജദർബാറിൽ വെച്ച് വിശുദ്ധ ഖുർആനിലെ സൂറ മറിയം പാരായണം ചെയ്യുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറ മറിയമിന്റെ വരികൾ ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു നജാശിയുടെ മുന്നിൽ പാരായണം ചെയ്യുമ്പോൾ അതിന് സാക്ഷികളായി ക്രൈസ്തവ പണ്ഡിതന്മാർ അവരുടെ ചുറ്റുമുണ്ടാകുമ്പോൾ ക്രൈസ്തവ രാഷ്ട്രത്തിനിടയിൽ വിരലിലെണ്ണാവുന്ന മുസ്ലിങ്ങൾക്കിടയിൽ മഹാഭൂരിപക്ഷം വരുന്ന ഒരു വലിയ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഖുർആനിലെ സൂറ മറിയമിന്റെ വരികളിലൂടെ കടന്നു പോകുന്നു ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. വശ്യമായി അള്ളാഹുവിന്റെ വരികളെ, അള്ളാഹുവിന്റെ വർത്തമാനങ്ങളെ അവിടെ ചുറ്റും കൂടി നിന്ന ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുകയാണ് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. ധരിച്ചു നിന്നുപോയി നജാശി അടക്കം, അത്ഭുതപ്പെട്ടു പോയി നജാശി അടക്കം. ചുറ്റുമുള്ള പുരോഹിത വർഗം പോലും നിശബ്ദരായി വിശുദ്ധ ഖുർആന്റെ വശ്യമായ പാരായണത്തിന്റെ മുന്നിൽ, ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന സവിശേഷമായ അള്ളാഹുവിന്റെ വരികൾക്ക് മുന്നിൽ. ഒടുവിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും നജാശി രാജാവ് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയും ആരാണ് മറിയം എന്നും ആരാണ് ഈസ എന്നും ആരാ സക്കരിയ എന്നും ആരാ യഹ്യ എന്നും അക്കമിട്ട് പറയുകയും തൊട്ടിലിൽ വെച്ച് ഈസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംസാരം ഒരത്ഭുതമായി പരിചയപ്പെടുത്തുകയും തൻ്റെ മാതാവിനോടൊരു മകൻ എന്ന നിലയിൽ സ്വീകരിക്കേണ്ട മര്യാദയും മാന്യതയും എന്തെന്ന് തൊട്ടിലിൽ വെച്ചു പോലും വർത്തമാനം പറഞ്ഞ അത്ഭുത സംഭവങ്ങൾ വരെ പാരായണം ചെയ്ത സൂറ മറിയമിലെ ശ്രദ്ധേയമായ വരികൾ കേട്ട് ഇരുന്ന തൻ്റെ സിംഹാസനത്തിലിരുന്ന സാക്ഷാൽ നജാശി രാജാവ് തൻ്റെ ചെങ്കോലും കൈപിടിച്ച് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയും അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിൻ്റെയും ജാഫർ ബിൻ താലിബിന്റെ ഇടയിലും വടി കൊണ്ട് ഒരു വരച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് സത്യമാണ്,
താങ്കൾ പറഞ്ഞത് സത്യമാണ്. നമ്മൾ തമ്മിൽ ഈ ഒരു വരയുടെ അകൽച്ച മാത്രമേ ഉള്ളൂ. അത്ര കണ്ട് നമ്മൾ അടുത്തു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ വർത്തമാനം കൂടെ കേട്ടപ്പോൾ ചുറ്റുമുള്ള പുരോഹിത വർഗം ശബ്ദിക്കാൻ തുടങ്ങി. നിങ്ങൾ നിശബ്ദരാവുക, അദ്ദേഹം പറഞ്ഞത് സത്യമാണ് എന്ന് പ്രതികരിക്കുന്ന നജാശിയുടെ പ്രതികരണങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടാണ് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൻ തുമ്പിലൂടെ അദ്ദേഹം ഓതിയ വിശുദ്ധ ഖുർആന്റെ വരികൾ കേട്ട് നജാശിയുടെ പ്രതികരണം എന്ന് ചരിത്രത്തിൽ കാണാം. പിന്നീട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പ്രഖ്യാപനത്തോടുകൂടെ ഇസ്ലാമിക ആശയത്തെയും ആദർശത്തെയും സ്വീകരിക്കുന്ന ഒരു ക്രൈസ്തവ രാജാവിനെ നമുക്ക് ചരിത്രത്തിൽ കാണാം, നജാശിയിൽ കാണാം. ഖുർആനിന്റെ വായനക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം, വിശുദ്ധ ഖുർആന്റെ വരികൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം. എന്തിനേറെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ തൻ്റെ വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ പോലും അതിന് സാക്ഷിയായ അബൂജഹലും അബൂ സുഫിയാനും അക്നാസ് ബിൻ ഷാരിഖ് പോലും പ്രവാചകന്റെ വീട്ടിന്റെ പരിസരത്ത് നിന്ന് ഖുർആന്റെ വരികൾ ഒളിച്ചു നിന്ന് കേട്ട് ആ ഖുർആന്റെ വശ്യതയിൽ മുഴുകി പുലരിയാവും വരെ, പ്രഭാതമാകും വരെ തരിച്ചു നിന്ന സംഭവങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. പ്രഭാതത്തിൽ അതിവേഗം അവർ തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകവേ അവരെല്ലാവരും ഒരു സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് കണ്ടുമുട്ടുകയും എങ്ങോട്ട് പോയി പല നുണകളും പറഞ്ഞ് ഒഴിമാറാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ അവർ സത്യം പറഞ്ഞു, ഇന്നടുത്തുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഇനി വരരുത് ഈ വരികൾ കേൾക്കാൻ, ഈ വർത്തമാനം കേൾക്കാൻ, ഇനി ഈ പരിസരത്തേക്ക് വരില്ല, ഇല്ല ഞങ്ങൾ വരില്ല എന്ന് ശബ്ദമെടുത്തവർ പിരിഞ്ഞു. പിറ്റേന്നും ഇത് തന്നെ ആവർത്തിക്കുന്നു. ഒടുവിൽ അബൂ സുഫിയാന്റെ പ്രതികരണം, അതെ എൻ്റെ കാലുകൾ ഞാൻ അറിയാതെ നടന്നു പോകുന്നു എന്ന്. ആ മൂന്നാളുകളുടെ കൂട്ടത്തിൽ അബൂ സുഫിയാന് ഹിദായത്തിനുള്ള അവസരമുണ്ടായി. പക്ഷേ അബൂജഹലും അക്നാസ് ബിൻ ഷാരിഖും മുശ്രിക്കായി കൊണ്ട് തന്നെ ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് കാണാം. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആന്റെ വരികളെ ചോദ്യം ചെയ്ത, ഖുർആന്റെ വരികൾ ആരും കേൾക്കാതിരിക്കുവാൻ വേണ്ടി സമൂഹത്തിൽ ചെണ്ടകൊട്ടാനും സംഗീതമേളകൾ സംഘടിപ്പിക്കുകയും അതിനെതിരെ എല്ലാ അർത്ഥത്തിലുള്ള ആരോപണങ്ങളുടെ കെട്ടഴിച്ചു വിടുകയും ചെയ്ത ആളുകൾ പോലും വിശുദ്ധ ഖുർആന്റെ വശ്യമായ വരികൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കുന്ന രംഗങ്ങൾ. സൂറ നജ്മിന്റെ പാരായണം കേട്ട് കഅബയുടെ പരിസരത്തുള്ള മുശ്രിക്കുകൾ ഒന്നടങ്കം സൂറ നജ്മിന്റെ അവസാനത്തെ വരികൾക്ക് എത്തിയപ്പോ തിലാവത്തിന്റെ സുജൂദിൽ അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ഖുർആനിന്റെ വായന, വിശുദ്ധ ഖുർആന്റെ വരികൾ, വിശുദ്ധ ഖുർആനിന്റെ വശ്യത, വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ രംഗത്തെ പ്രയോഗങ്ങൾ, വിശുദ്ധ ഖുർആൻ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വിശുദ്ധ ഖുർആന്റെ അത്ഭുതകരമായ വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വരികളാണ് നമ്മൾ വായിക്കുന്നത് എന്ന ബോധം, പടച്ച റബ്ബിന്റെ വരികളിലൂടെയാണ് നമ്മൾ കണ്ണോടിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹത്തിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ അദ്ദേഹം വീട്ടിലിരുന്ന് വശ്യമായി ഖുർആൻ വായിക്കാറുണ്ടായിരുന്നു, വശ്യമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വായന കേട്ട്, അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് കേട്ട് അദ്ദേഹത്തിന്റെ അയൽക്കാരും അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്തൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർ പോലും തരിച്ചു നിന്നു പോയിട്ടുണ്ട് ഖുർആനിന്റെ ആ വല്ലാത്ത വരികൾക്ക് മുന്നിൽ. ഒടുവിൽ അവിടെയുള്ള നിഷേധികൾ പറഞ്ഞു, താങ്കൾ ഉറക്കയോതരുത്, ശബ്ദം പതുക്കെയാക്കുക, അത് പലരുടെയും മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്നുണ്ട് എന്ന്. വിശുദ്ധ ഖുർആന്റെ വരികൾ സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണുകളെ ഒരുപാട് നനയിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണാസന്നനായി കിടക്കുമ്പോൾ, അതെ, വിശ്വാസികൾക്ക് ഇമാമായി നമസ്കരിക്കാൻ പോലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ തൻ്റെ പ്രിയതമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നീ പറയുക നിന്റെ പിതാവിനോട് വിശ്വാസികൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കാൻ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എൻ്റെ പിതാവിന് കഴിയില്ല റസൂലേ, ഖുർആനിന്റെ വരികളിലൂടെ അദ്ദേഹം കടന്നുപോയാൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അദ്ദേഹത്തിന്റെ കരച്ചിൽ അദ്ദേഹത്തിന്റെ ഖിറാഅത്തിനെ അതിജയിച്ചു പോകുമെന്ന്. ഒരുപാട് തവണ വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ കടന്നുപോയ സിദ്ദീഖുൽ അക്ബറിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. കാരണം അല്ലാഹ് പറഞ്ഞതുപോലെ ഹൃദയത്തിൽ പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടിയും അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും ഇത് എൻ്റെ റബ്ബിന്റെ വർത്തമാനങ്ങളാണ്, ഇതെൻ്റെ റബ്ബിന്റെ വരികളാണ് എന്ന ബോധ്യത്തോടെ സിദ്ദീഖുൽ അക്ബർ പാരായണം ചെയ്തു അള്ളാഹുവിന്റെ വരികളെ.
അതുകൊണ്ട് തന്നെ ആ ഹൃദയം പടഞ്ഞു, ആ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിനും വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ വിശ്വാസികളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ സാഹിബ് എന്ന് പോലും അല്ലാഹ് എടുത്തു പറഞ്ഞ വിശ്വാസികളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ ഞാൻ ഒരു കൂട്ടുകാരനെ സ്വീകരിക്കുമെങ്കിൽ, അതിന് അവസരമുണ്ടെങ്കിൽ എൻ്റെ അബൂബക്കറിനെ ഞാൻ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കണമെങ്കിൽ അബൂബക്കറിന്റെ ഈമാൻ സകലരുടെയും ഈമാനേക്കാൾ കനം തൂങ്ങുമെന്നുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ വരികൾ കേട്ട് അള്ളാഹിന്റെ വരികൾ വായിച്ച് രോമാഞ്ചമണിഞ്ഞിട്ടുണ്ടാവും സിദ്ദീഖുൽ അക്ബർ. ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ സംഭവങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വരികളിലൂടെ ആ ഒരു മനസ്സോടുകൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. കേവലം ആരുടെയെങ്കിലും ഒരു വർത്തമാനമായി, ആരുടെയെങ്കിലും ഒരു ലേഖനമായി, ആരുടെയെങ്കിലും കേവലം ഒരു ഗ്രന്ഥമായി, ആരുടെയെങ്കിലും കേവലം ഒരു എഴുത്തായി അള്ളാഹുവിന്റെ വരികളെ, അള്ളാഹുവിന്റെ വർത്തമാനങ്ങളെ നമ്മൾ നോക്കിക്കാണരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അദ്ദേഹത്തിന്റെ ഒരു രാത്രി നമസ്കാരത്തിൽ വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറ മാഇദയിലെ 118-ാമത്തെ ആയത്ത് തന്റെ തഹജ്ജുദ് നമസ്കാരത്തിൽ സൂറ മാഇദ പാരായണം ചെയ്യവേ 118-ാമത്തെ ആയത്ത് അല്ലാഹ് പറഞ്ഞു, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക് വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, നിന്റെ ശക്തമായ ശിക്ഷാ നടപടികൾ നീ അവർക്കെതിരെ സ്വീകരിക്കുകയാണെങ്കിൽ, ഫഇന്നഹും ഇബാദുക്, അവരെല്ലാം നിന്റെ അടിമകളാണല്ലോ. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ, ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ അസീസ് അല്ലയോ റബ്ബേ, നീ ഹകീം അല്ലയോ നാഥ എന്ന ഖുർആനിലെ സൂറ മാഇദയിലെ ഈ 118-ാമത്തെ ആയത്ത് ആവർത്തിച്ച് തൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുന്നിൽ നട്ടപ്പാതിരക്ക് തേങ്ങി കരഞ്ഞിരുന്നു പുലരിയാവുവോളം. സുബഹിയോട് അടുത്ത സമയം വരെ ഈ ഒരൊറ്റായത്ത് ഓതി തേങ്ങി കരഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ വരികളെ ആ ഒരു ബോധത്തോടു കൂടെ നോക്കിക്കണ്ടു. റസൂലുള്ളാഹിൻ ദീൻ പഠിച്ച സഹാബിവര്യന്മാർ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ നാവിൻ തുമ്പിലൂടെ പുറത്തു വരുന്ന വർത്തമാനങ്ങളെ അള്ളാഹുവിൻ്റെ കലാമായി, അള്ളാഹുവിൻ്റെ സംസാരമായി, അള്ളാഹുവിൻ്റെ വർത്തമാനമായി നോക്കിക്കണ്ടു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി. ഖുർആൻ അവരുടെ ഹൃദയത്തെ സ്വാധീനിച്ചു, അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചു. അവരുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ വല്ലാത്ത പരിവർത്തനങ്ങൾ ഉണ്ടാക്കി. ഖുർആന്റെ വരികൾ കേൾക്കുമ്പോഴും, ഖുർആന്റെ വരികൾ ചൊല്ലുമ്പോഴും, ഖുർആനിന്റെ വിശദീകരണ ചർച്ചയിൽ അവർ പങ്കെടുക്കുമ്പോഴും ആ നന്മയിൽ, ആ സന്തോഷത്തിൽ മുഴുകിയിരുന്നു. ഖുർആന്റെ സ്വർഗത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ കേട്ട് സഹാബിവര്യന്മാർ സന്തോഷപുളകിതമായ മനസ്സുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ധരിച്ചിരുന്നു. സന്തോഷാധിക്യത്താൽ അവരുടെ കണ്ണിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണീരിറ്റി. നരകത്തെക്കുറിച്ചുള്ള ശക്തമായ താക്കീതും വിചാരണയെക്കുറിച്ചുള്ള ശക്തമായ താക്കീതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൻ തുമ്പിലൂടെ അള്ളാഹുവിന്റെ വരികൾ റസൂലുള്ള ഉദ്ധരിച്ച് റസൂലുള്ള വിശദീകരിക്കുമ്പോൾ നരകഭയത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ സാക്ഷിയായ സഹാബിവര്യന്മാർ പെടയുന്ന ഹൃദയവുമായി, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിശദീകരണത്തിന് സാക്ഷികളായി. ഈ ഒരു പഠനം, അല്ലെങ്കിൽ ഈ ഒരു തലത്തിൽ ഖുർആൻ പഠിച്ച, ഈ ഒരു തലത്തിൽ ഖുർആനിനെ മനസ്സിലാക്കി അവർ നമസ്കാരത്തിൽ നെഞ്ചത്ത് തക്ബീർ കെട്ടി ഖുർആൻ ഓതുമ്പോഴും, ഇമാമിന്റെ പിന്നിൽ നിന്ന് വിശുദ്ധ ഖുർആന്റെ പാരായണം കേൾക്കുമ്പോഴും, തൻ്റെതായ യാത്രയിലോ തൻ്റെ വീട്ടിലോ തൻ്റെതായ നടപടിക്രമങ്ങളിൽ അള്ളാഹുവിന്റെ വരികൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഈ ബോധവും ഈ ഖുശൂഉം ഈ തഖ്വയും എല്ലാം തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടൊക്കെ തന്നെ അവർ അള്ളാഹുവിന്റെ തൃപ്തി നേടുകയും എല്ലാ അർത്ഥത്തിലും പടച്ച റബ്ബ് ഇഷ്ടപ്പെട്ട ഉത്തമ തലമുറയിലെ അംഗങ്ങളായി മാറുകയും ചെയ്തു എന്ന് ചരിത്രം. എന്നാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം. ഇന്നും വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ കണ്ണോടിക്കുന്ന, ഖുർആൻ വായിക്കുന്ന ആളുകൾക്ക് എന്തെന്നില്ലാത്ത മധുരിതമായ ഓർമ്മകൾ നമ്മോട് അവർ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 1975 കാലം, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലം. ആ സമയത്ത് തമിഴ്നാട്ടിലെ ഒരു പ്രബല രാഷ്ട്രീയ കക്ഷിയായ DMK-യുടെ പ്രവർത്തകനായ അബ്ദുള്ള അഡിയാർ ഈ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നയാൾ. 1975 അദ്ദേഹവും അടിയന്തരാവസ്ഥ കാലത്തിന്റെ ഭാഗമെന്നോണം ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ പ്രവർത്തകനായ അദ്ദേഹം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് പല പുസ്തകങ്ങളും കൊടുത്തു. ജയിൽവാസത്തിനിടയിൽ വായിക്കാനും സമയം ചെലവഴിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ. അദ്ദേഹം പറഞ്ഞു, വ്യത്യസ്ത മതവിശ്വാസികൾ, വ്യത്യസ്ത വിഷയങ്ങളിലുള്ള
ഗ്രന്ഥങ്ങൾ എനിക്ക് കിട്ടി. പക്ഷേ എന്നെ വല്ലാതെ സ്വാധീനിച്ചത്, എൻ്റെ കാഴ്ചയിൽ, എൻ്റെ കൺമുന്നിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മഹത്തായതായി ഞാൻ കണ്ടതും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചതും എനിക്ക് സമ്മാനമായി കിട്ടിയ ജയിലനുഭവ കാലഘട്ടത്തിൽ, ജയിൽവാസ കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനായിരുന്നു എന്ന് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ആ വിശുദ്ധ ഖുർആന്റെ വായനയിലൂടെ കടന്നുപോയ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഖുർആന്റെ വരികൾ ചെലുത്തിയ സ്വാധീനങ്ങൾ പറയുന്നു. ഒടുവിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതുന്നു. ചിറൈ വിശുദ്ധ ഖുർആനിൻ്റെ വരികളിലൂടെ കടന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ചിറൈശാലയിലിരുന്ന് പള്ളിവാസൽ വരെ എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതി. അഥവാ തടവറയിൽ നിന്ന് പള്ളി വരെ. ഈ വിശുദ്ധ ഖുർആന്റെ വായനയ്ക്ക് ശേഷം തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം ഖുർആന്റെ വരികൾ പഠിക്കാൻ ശ്രമിക്കുകയും അതെ, ഞാൻ കാതലിക്കും ഇസ്ലാം എന്ന് തമിഴിൽ മറ്റൊരു പുസ്തകം എഴുതുകയും അത് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും എന്ന് തുടങ്ങി വ്യത്യസ്ത ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടു. അഥവാ ഞാൻ പ്രേമിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം. ഈ പറയുന്ന ചിറൈശാലയിൽ നിന്ന് പള്ളിവാസൽ വരെ എന്നുള്ള പുസ്തകങ്ങൾ ഏറെ ചർച്ചയ്ക്ക് വിധേയമായി. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആന്റെ വരികൾ അദ്ദേഹത്തിന് കിട്ടിയ സമ്മാനമായി കിട്ടിയ ഗ്രന്ഥങ്ങളിൽ ആ മനസ്സിനെ പിടിച്ചു കുലുക്കിയതും അദ്ദേഹത്തിൻ്റെ വായനയിൽ തിളങ്ങി നിന്നതും ജ്വലിച്ചു നിന്നതും അള്ളാഹുവിൻ്റെ വരികളാണ്. തീർച്ചയായും അതല്ലാതിരിക്കാൻ തരമില്ലല്ലോ. കാരണം മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യന്റെ കേവല ബുദ്ധിയിൽ നിന്നും യുക്തിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന പ്രമാണങ്ങളോ ഗ്രന്ഥങ്ങളോ എഴുത്തുകളാവാം. അതിനതിൻ്റെതായ തകരാറുകളും അതിനതിൻ്റെതായ പോരായ്മകളും അതിനതിൻ്റെതായ എല്ലാ അർത്ഥത്തിലുള്ള വൈകല്യങ്ങളും വൈകൃതങ്ങളും ഉണ്ടാവാം. പക്ഷേ പുഴുക്കുത്തില്ലാത്ത ഗ്രന്ഥം, വൈകല്യമില്ലാത്ത ഗ്രന്ഥം, വൈകൃതങ്ങളില്ലാത്ത ഗ്രന്ഥം, ആരുടെയും മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശേഷിയുള്ള മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുടിപ്പും തുടിപ്പും അറിയാവുന്ന പടച്ചറപ്പിന്റെ വരികളല്ലേ. അതെങ്ങനെ സ്വാധീനിക്കാതിരിക്കും? ആ വരികൾ എങ്ങനെ അത്ഭുതപ്പെടുത്താതിരിക്കും? ആ വരികൾക്ക് മുന്നിൽ എങ്ങനെ ബുദ്ധിജീവികൾ തരിച്ചു നിൽക്കാതിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് മധുരിതമായ ഓർമ്മകൾ പങ്കുവച്ച ആളുകളെ ചരിത്രത്തിൽ കാണാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തിലുള്ള അനുഭവങ്ങളിൽ ചില ഗ്രന്ഥകാരന്മാർ പറഞ്ഞു വച്ച ചില വർത്തമാനങ്ങൾ. ചെറുപ്പത്തിൽ തന്നെ മക്കയിൽ ജനിച്ച് വിശുദ്ധ ഖുർആനിന്റെ പഠനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും അദ്ദേഹത്തിന്റെ ഉമ്മയുടെ വാപ്പ മക്കയിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ കൂടിയായിരുന്നു എന്നൊക്കെയാണ് രേഖകളിലുള്ളത്. എന്തായിരുന്നാലും ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആന്റെ വരികൾ അല്ലെങ്കിൽ ഖുർആനിൻ്റെ വരികളിലൂടെ അദ്ദേഹം കണ്ണോടിച്ചിരുന്നു. ഖുർആൻ വായിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് കിട്ടിയ അന്നത്തെ ഉപദേശം, അതെ, നീ ഖുർആൻ വായിക്കുമ്പോൾ മകനെ, അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്, നീ ഖുർആൻ വായിക്കുമ്പോൾ കേവലം വായിച്ചു പോകുക എന്നൊരവസ്ഥയിൽ നിന്ന് മാറി ഓരോ വചനവും നിന്നോടാണ് നിന്റെ റബ്ബ് സംസാരിക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ വരികളാണ്, ഇത് അള്ളാഹുവിൻ്റെ വർത്തമാനമാണ്, ഇത് അള്ളാഹുവിൻ്റെ സംസാരമാണ്. ഓരോ ആയത്തും നിന്നോടല്ല സംസാരിക്കുകയാണ്, ഓരോ ആയത്തും എന്നോട് റബ്ബ് വർത്തമാനം പറയുകയാണ് എന്ന ബോധത്തോടുകൂടെ നീ ഖുർആൻ വായിക്കണമേ എന്ന് ലഭിച്ച അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ, വിശുദ്ധ ഖുർആന്റെ പരിഭാഷ എഴുതണമെന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ മുതിർന്ന അല്ലെങ്കിൽ വളർന്നു വന്ന ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയും ഇംഗ്ലീഷും പേർഷ്യൻ ഭാഷയും നന്നായി അവഗാഹം നേടിയ അദ്ദേഹം ഖുർആൻ പരിഭാഷ എഴുതാൻ തീരുമാനിക്കുന്നു. 27 വർഷം വിശുദ്ധ ഖുർആന്റെ പരിഭാഷയുമായി ബന്ധപ്പെട്ട് അത് എങ്ങനെ എഴുതണം, ആ രംഗത്തുള്ള പഠനങ്ങളും അന്വേഷണങ്ങളുമായി നീണ്ട 27 വർഷങ്ങൾ. 1915 വിശുദ്ധ ഖുർആന്റെ തർജുമാനിൽ ഖുർആന്റെ എഴുത്ത് തുടങ്ങുന്നു. പക്ഷേ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയും ഇവിടുത്തെ വള്ളപ്പട്ടാളവും അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹത്തിന്റെ ഖുർആനിന്റെ കയ്യെഴുത്ത് കോപ്പികൾ പലതവണ അദ്ദേഹത്തിൽ നിന്ന് പറിച്ചെടുത്തു കൊണ്ടുപോവുകയും പലതും നശിപ്പിക്കുകയും ചെയ്തു. 1916 1918 1921 ഏറെക്കുറെ ഖുർആനിന്റെ കയ്യെഴുത്ത് പ്രതി പാതി വരെയും അല്ലെങ്കിൽ മുഴുവനും 1921 ഏറെക്കുറെ മുഴുവനും എഴുതി തീർത്ത സമയത്ത് വരെ സകല കോപ്പികളും എടുത്തുകൊണ്ടുപോയി. ബാക്കി കിട്ടിയത് ഒരല്പം കോപ്പികൾ, കയ്യെഴുത്ത് പ്രതികൾ മാത്രം, ബാക്കിയൊന്നുമില്ല, നഷ്ടപ്പെട്ടു പോയി. പലതവണ 3 തവണ അദ്ദേഹത്തിൽ നിന്ന് ഖുർആനിന്റെ കയ്യെഴുത്ത് പ്രതികൾ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പിടിച്ചെടുക്കപ്പെടുന്ന ദുരവസ്ഥയടക്കമുണ്ടായി. എന്നിട്ടും വിശുദ്ധ ഖുർആന്റെ വരികൾ എഴുതാൻ, അതിൻ്റെ പരിഭാഷ എഴുതാൻ, അതിൻ്റെ വ്യാഖ്യാനത്തിന് തയ്യാറാകുകയും 1927 മുതൽ അദ്ദേഹം അതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുകയും 1930 ജൂലൈ 20 അതെ മീററ്റിലുള്ള ജയിലിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പരിഭാഷയുടെ അവസാനത്തെ വരിയും അദ്ദേഹം എഴുതി തീർക്കുന്നത്. അഥവാ അള്ളാഹു
ഓരോ ആയത്തിലൂടെയും നിന്നോട് സംസാരിക്കുന്നു എന്ന ബോധത്തോടുകൂടെയാകണം മകനെ നീ ഖുർആന്റെ വരികൾ വായിക്കേണ്ടത് എന്ന തിരിച്ചറിവ്. ഞാൻ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, നമ്മളും ഖുർആൻ വായിക്കാറുണ്ട്. ഇന്ന് മഗ്‌രിബിനും നമ്മൾ ഖുർആൻ കേട്ടു. അതേപോലെ ഇശാ നമസ്കാരം നമ്മൾ ജമാഅത്ത് നമസ്കരിച്ചപ്പോഴും ഖുർആന്റെ വരികൾ കേട്ടു. ഇൻഷാ അല്ലാഹ് നാളെ സുബഹിക്കും നമ്മൾ ഖുർആന്റെ വരികൾ ഇമാമിന്റെ പിന്നിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കും. ഇപ്പോഴും നമ്മുടെ മൊബൈൽ ആപ്പുകളിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് വായിക്കാനുള്ള അവസരമുണ്ട്, കേൾക്കാനുള്ള അവസരമുണ്ട്. എന്തുമാത്രം അള്ളാഹു എന്നോടാണ് വർത്തമാനം പറയുന്നത് എന്ന ബോധ്യത്തോടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് അള്ളാഹുവിന്റെ വരികളെ. എന്നിട്ട് നമ്മൾ പറയുന്നു ഈമാൻ ഉണ്ടാകണില്ല, തഖ്വ കൂടണില്ല, ഖുശൂ ഉണ്ടാകണില്ല. എന്തേ? ഖുർആനിന്റെ വരികളെ ഏതൊരർത്ഥത്തിലാണോ നമ്മൾ കാണുന്നത്, ഏതൊരർത്ഥത്തിലാണോ മനസ്സിലാക്കുന്നത്, അതിനനുസരിച്ച് നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കും അള്ളാഹുവിന്റെ ഗ്രന്ഥം. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, ഓതി തീർക്കാൻ വേണ്ടി, ഒരർത്ഥത്തിലും താല്പര്യവുമില്ലാതെ എന്തൊക്കെയോ വായിച്ച് എന്തൊക്കെയോ പാരായണം ചെയ്ത് നമ്മൾ തീർക്കുന്നു. അതെങ്ങനെയാണ് നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കുക? അതിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ വല്ലാത്ത സ്വാധീനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാനുള്ള മനസ്സും സമയവും സന്നദ്ധതയും നമുക്കുണ്ടാകണമെന്ന് ചുരുക്കം. അതേ സഹോദരങ്ങളെ, വല്ലാതെ മനസ്സിന് ആശ്വാസവും സമാധാനവും നൽകും അള്ളാഹുവിൻ്റെ വരികൾ. 2001 സെപ്റ്റംബർ 11 ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ എല്ലായിടത്തും മുസ്ലിം ഭീകരത, ഇസ്ലാമിക ഭീകരത, അതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ താടി, ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ എല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും എല്ലാ അർത്ഥത്തിലുള്ള പുകമറകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന സമയങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു പ്രദേശത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ ചില വീടുകളിലേക്ക്, ചില ഏരിയകളിലേക്ക് ലഘുലേഖകളുമായി, സീഡികളുമായി, ഇതൊന്നുമല്ല ഇസ്ലാം, ഇസ്ലാം സമാധാനമാണ്, വിശുദ്ധ ഖുർആൻ സമാധാനത്തിന്റെ ഗ്രന്ഥമാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ നിറകുടമാണ് എന്ന് പറയാൻ ചില വീടുകളിലേക്ക് ലഘുലേഖകളും സീഡികളും പുസ്തകങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കേൾക്കണ്ട. കാരണം അന്ന് ഇറങ്ങിയ വാർത്താ മാധ്യമങ്ങളിലുള്ള പിക്ചറുകൾ, അതല്ലെങ്കിൽ വാർത്തകൾ, വിവരങ്ങൾ എല്ലാം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചിത്രങ്ങൾ. അതെ, ഇസ്ലാമിന്റെ താടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ഇസ്ലാമികമായ വേഷവിധാനവും മുസ്ലിം പേരുകൾ പോലും വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കാലം. ഭീതിയോടെ, ഭയപ്പാടുകൂടെ എല്ലാവരും കാണുകയും ചാനലുകളും അതോടൊപ്പം തന്നെ വാർത്താ മാധ്യമങ്ങളും അത് വല്ലാതെ ആഘോഷിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും സാധാരണക്കാരന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഭീതിയും, സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ ഈ വാർത്ത കേട്ട്, ഇത് വാർത്ത വായിച്ച് ഈ വാർത്തയിൽ മുഴുകുന്നവന്റെ തലച്ചോറും ഒന്നും കേൾക്കണ്ട, പൊയ്ക്കോ, കേറണ്ട എന്ന് പറയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ തല താഴ്ത്തി വിരലെണ്ണാവുന്ന ആ ചെറുപ്പക്കാർ ആ വീടുകളിൽ നിന്ന് തിരിച്ചു മടങ്ങുകയും ഇന്നത്തെ ഫീൽഡ് ദഅവ, ഇന്നത്തെ ഈ ദഅവ സംരംഭം തൽക്കാലം നിർത്തിവെക്കാം എന്ന തീരുമാനത്തോടുകൂടെ ആ പ്രദേശത്ത് ഒരു ബസ് സ്റ്റോപ്പിലേക്ക്, ജംഗ്ഷനിലേക്ക് കടന്നു വരികയും വല്ലാതെ മനസ്സിൽ വിഷമമുള്ളവരായി എന്താണ് ആളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നൊരവസ്ഥയിൽ അവരൊരുമിച്ച് നിൽക്കവേ അവർ ബസ് കാത്തു നിന്ന പ്രദേശത്ത് ആ സ്റ്റോപ്പിന്റെ തൊട്ടടുത്തുള്ള പള്ളിയുടെ പുറത്ത് ഒരു നോട്ടീസ് ബോർഡ് കാണുകയാണ്. വെറുതെ അതിലൊരാൾ ആ നോട്ടീസ് ബോർഡിലേക്ക് കണ്ണോടിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറ ആൽ ഇംറാനിലെ 139 വചനമായിരുന്നു ആ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചത്. അല്ലാഹുവിന്റെ വചനം ഇങ്ങനെയാണ്: വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലരാവല്ലേ, നിങ്ങൾ കരയണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങൾ ദുർബലരാകണ്ട. അൻതുമുൽ അലൗൻ, അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. സത്യവിശ്വാസികളാണ് നിങ്ങളെങ്കിൽ, സത്യവിശ്വാസികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമർ, നിങ്ങൾ തന്നെയാണ് ഔന്നിത്യമുള്ളവർ. തകരല്ലേ, തളരല്ലേ, പതറിപ്പോവല്ലേ, കരയല്ലേ, സങ്കടപ്പെടല്ലേ, അതെ ദുർബലരാവല്ലേ എന്ന അള്ളാഹുവിന്റെ വല്ലാത്ത ആശ്വസിപ്പിക്കുന്ന വരികളായി ആ വരികൾ വായിച്ച ആളുകൾക്ക്, ആ സഹോദരങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ഉണർവ് ആ വരികളിലൂടെ ലഭിക്കുകയും നിർത്തിവെച്ച അവരുടെ ഫീൽഡ് ദഅവ അവർ തുടങ്ങുന്നു. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ അതേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് അവർ പിന്നെയും തങ്ങളുടെ പരിസരങ്ങളിലേക്ക്, മറ്റു വീടുകളിലേക്ക് ഈ സമാധാനത്തിന്റെ സന്ദേശത്തെ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകാൻ വിശ്വാസികളായി ഈ സത്യത്തിന്റെ പടച്ചിറപ്പിന്റെ വരികളൊന്ന് കേൾപ്പിക്കാൻ അവർ കടന്നുപോയ രംഗങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രമല്ല. ഖുർആനിന്റെ വരികളിലൂടെ കണ്ണോടിക്കുന്ന ആളുകൾക്ക് മധുരിതമായ ഓർമ്മകളും മധുരിതമായ അനുഭവങ്ങളും എന്തെന്നില്ലാത്ത അനുഭൂതിയും ഖുർആൻ പകർന്നു നൽകുക. ഇന്നും ഈ സെക്കൻഡിലും അള്ളാഹുവിന്റെ വരികൾ വായിച്ചാൽ, അള്ളാഹുവിന്റെ വരികൾ കേട്ടാൽ, കാലം എത്ര കഴിഞ്ഞാലും ലോകാവസാനത്തിന്റെ അവസാന നിമിഷങ്ങളിലും അള്ളാഹുവിന്റെ വരികൾക്ക് വശ്യതയുണ്ട്, അള്ളാഹിന്റെ വരികൾക്ക് ചൈതന്യമുണ്ട്, അള്ളാഹുവിന്റെ
വരികൾ എല്ലാ അർത്ഥത്തിലും നിത്യപ്രസക്തമാണ് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് ചുരുക്കം. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് മാനവർക്കുള്ള മാർഗദർശനമാണ്. സൂറ യൂനിസിന്റെ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. വിശ്വാസികൾ, സത്യവിശ്വാസികൾ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട്, അതെ, യാ അയ്യുഹന്നാസ് ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശം ഇതാ നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക്, രോഗാതുരമായ നിങ്ങളുടെ മനസ്സുകൾക്ക് ഇതാ ശമനവും വന്നെത്തിയിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഇത് സത്യവിശ്വാസികൾക്ക് ഹുദയാണ്, ഇത് സത്യവിശ്വാസികൾക്ക് റഹ്മത്താണ്, ഇത് പടച്ചറബിൽ നിന്നുള്ള മാർഗദർശനമാണ്, ഇത് പടച്ചറബിൽ നിന്നുള്ള കാരുണ്യമാണ്, ഇത് രോഗാതുരമായ മനസ്സുകൾക്കുള്ള ശമനമാണ്, ഇത് പടച്ചറബിൽ നിന്നുള്ള സതുപദേശമാണ് എന്ന ഖുർആനിലെ 10-ാം അധ്യായം യൂനിസിന്റെ 57-ാമത്തെ വരികളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരുടെയും ചിന്തയെ തൊട്ടുണർത്തുകയാണ് ഖുർആൻ. സാധാരണക്കാരന്റെ എന്ന് തുടങ്ങി, ബുദ്ധിജീവികളുടെ എന്ന് തുടങ്ങി, ചരിത്രകാരന്മാരുടെ എന്ന് തുടങ്ങി, ശാസ്ത്രജ്ഞന്മാരുടെ എന്ന് തുടങ്ങി, സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ എന്ന് തുടങ്ങി, പുരാവസ്തു ഗവേഷകരുടെ ഹൃദയത്തെ പോലും ഖുർആൻ വല്ലാതെ സ്വാധീനിക്കുന്നു എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് പുരാവസ്തു ഗവേഷകനായ ഫ്രഞ്ചുകാരനായ അതേ മോറിസ് ബുക്കായെ പോലുള്ള ആളുകൾ ഖുർആനിലെ 10-ാം അധ്യായം യൂനിസിന്റെ വരികൾക്ക് മുന്നിൽ ധരിച്ചു നിന്നു പോയത്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിനെ ഒരു വിമർശന ബുദ്ധിയോടുകൂടെ നോക്കിക്കണ്ട അതേ പിക്താള് പോലും ഒടുവിൽ വിശുദ്ധ ഖുർആന്റെ വരികൾക്ക് മുന്നിൽ എല്ലാ അർത്ഥത്തിലും സ്വാധീനിക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയായി വിശുദ്ധ ഖുർആന്റെ പരിഭാഷ പരിചയപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിപ്പോകുന്നത്. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആൻ സ്വീകരിച്ച, വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് വിശുദ്ധ ഖുർആൻ നടത്തിയ പരാമർശങ്ങൾ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന സാമ്പത്തിക രംഗത്ത് മാനിക്കേണ്ട, പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, അത് സക്കാത്തിന്റെ വിഷയത്തിലാണെങ്കിലും, കടം സംബന്ധമായ വിഷയത്തിലാണെങ്കിലും, പലിശയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണെങ്കിലും, ഇന്ന് തുടങ്ങി അനന്തരാവകാശ നിയമങ്ങളുടെ വിഷയങ്ങളിലാണെങ്കിലും, സാമ്പത്തിക രംഗത്ത് ആ രംഗത്ത് അത് കൈകാര്യം ചെയ്യേണ്ട രംഗത്തുള്ള വിശുദ്ധ ഖുർആന്റെ നിർദ്ദേശങ്ങളും അത് പ്രായോഗികവൽക്കരിച്ച് അതിൻ്റെ പൂർണ്ണമായ പ്രായോഗിക രൂപമെന്തെന്നും അതിൻ്റെ മാനവികതയുടെ തലമെന്തെന്നും കൃത്യമായി മദീനയിൽ നടപ്പാക്കിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതകരമായ പ്രവാചക ജീവിതവും ലോകം കാണുമ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക രംഗത്ത് വിദഗ്ധന്മാർ ഞെട്ടാതിരിക്കുക? എന്തുകൊണ്ട് അവർ വിശുദ്ധ ഖുർആനിൻ്റെയും ഈ അത്ഭുതകരമായ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് വിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങൾക്ക് മുന്നിൽ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ അത്ഭുതകരമായ അതിൻ്റെ പ്രായോഗികതയ്ക്ക് മുന്നിൽ, അതിനെ പ്രായോഗികവൽക്കരിച്ച പ്രവാചക നടപടിക്രമങ്ങൾക്ക് മുന്നിൽ അവരെങ്ങനെ ഞെട്ടാതിരിക്കും? അവരെങ്ങനെ അത്ഭുതപ്പെടാതിരിക്കും? അതുകൊണ്ടാണ് സാമ്പത്തിക രംഗത്തെ ബുദ്ധിജീവികൾ പോലും ഇസ്ലാമിക് ബാങ്കിങ് സംവിധാനത്തെ അവർ തന്നെ പരിചയപ്പെടുത്തുന്നു. അതാണ് നമുക്ക് വേണ്ടത് എന്നും ഊഹക്കച്ചവടവും പലിശയിലധിഷ്ഠിതമായ സാമ്പത്തിക ക്രമവുമാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ അർത്ഥത്തിലുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസിന്, സാമ്പത്തിക മാന്ദ്യത്തിന് മൂലകാരണമെന്ന് ഇവർ തന്നെ ലോകത്തോട് തുറന്നു പറയുകയും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാകട്ടെ, ഇപ്പോഴുള്ള കേരളത്തിന്റെ ധനമന്ത്രിയാകട്ടെ, അവരെല്ലാം ഇസ്ലാമിക് സാമ്പത്തിക വ്യവസ്ഥയുടെ സവിശേഷമായ നടപടിക്രമങ്ങൾ അത് മനുഷ്യർക്ക് നന്മയും പുരോഗതിയും നൽകുന്ന ഒരു രാജ്യ പുരോഗതിക്ക് വിരനിമിത്തമാകുന്ന ശ്രദ്ധേയമായ സാമ്പത്തിക ക്രമമാണ് എന്ന് അവരൊക്കെ തുറന്നു പറയുവാൻ മാത്രമുള്ള വല്ലാത്ത സ്വാധീനം, അല്ലാത്ത കൃത്യത അള്ളാഹുവിൻ്റെ വരികൾക്കുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്നാൽ മുസ്ലിമായും മുസ്ലിം കുടുംബത്തിൽ അംഗമായും വർഷങ്ങളായി ഇസ്ലാമിക അധ്യാപനങ്ങൾ കേട്ട് പഠിച്ചു വളർന്നു വരുന്ന നമുക്ക് എന്താണ് പലപ്പോഴും വിശുദ്ധ ഖുർആനിനോട് ഒരു ഹൃദയം തുറന്ന സമീപനം ഉണ്ടാകാത്തത്? എന്താണ് വിശുദ്ധ ഖുർആന്റെ വരികളെ അള്ളാഹുവിൻ്റെ വരികൾ എന്നുള്ള കൃത്യമായ ബോധത്തോടെയും ബോധ്യത്തോടെയും നമുക്ക് വായിക്കാൻ കഴിയാത്തത്, നമുക്ക് കേൾക്കാൻ കഴിയാത്തത്? ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്ന വേദികളിൽ, വിശുദ്ധ ഖുർആന്റെ വിശദീകരണങ്ങൾ നടക്കുന്ന വേദികളിൽ ആ ഒരു മനസ്സുമായി ഇരിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയാതെ പോകുന്നു? അതുകൊണ്ട്
അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു തിരിച്ചറിവിന്, ഒന്ന് മാറി ചിന്തിക്കാൻ ഈ ചർച്ചയും ഈ സംഗമവും ഈ സെമിനാറും ഈ സമ്മേളനവും നമുക്ക് സഹായകമാകണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ ഒരർത്ഥത്തിലും വികല വികൃത ചിന്തകൾ പഠിപ്പിച്ചിട്ടില്ല. ഖുർആൻ അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുവാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തൽപര കക്ഷികൾ ഇന്നലകളിൽ ട്രേഡ് സെന്റർ തകർക്കപ്പെടുന്ന രംഗത്ത് ഖുർആന്റെ തുറന്നു വെച്ച കോപ്പികൾ കാണിച്ചുകൊണ്ട് അതെ, ഈ അതിക്രമത്തിന്, ഈ വികല ചിന്തകൾക്ക് കാരണവും നിമിത്തവും ഈ ഗ്രന്ഥമാണ് എന്ന് സ്ഥാപിക്കുവാൻ, വരുത്തി തീർക്കുവാൻ ശ്രമിച്ച ആളുകൾ കാലങ്ങൾ കഴിഞ്ഞു. അൽ ഖായിദയിലൂടെ, താലിബാനിലൂടെ, ഇപ്പോൾ ഇതാ ISIS-ലൂടെയും എല്ലാം ഇതേ ഖുർആനിനെ വികലമാക്കാൻ, ഇതേ ഖുർആനിനെ വികൃതവൽക്കരിക്കാൻ, ഇതേ ഖുർആനിനെ കരിവാരിത്തേക്കാൻ, ഇത് പ്രശ്നമാണ് എന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു പറയാൻ നിരന്തരം ശ്രമിക്കുന്ന ആളുകൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ നിയമങ്ങളാകട്ടെ, വ്യക്തി ജീവിതത്തിലെ, സാമൂഹ്യ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ പരാമർശങ്ങൾ, നടപടിക്രമങ്ങളെ അത് ഖുർആൻ പരിചയപ്പെടുത്തിയ ത്വലാഖാകട്ടെ, അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വൈവാഹിക രംഗത്തെ സമീപനങ്ങളാകട്ടെ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അനന്തരാവകാശ നിയമങ്ങളും ആ രംഗത്തെ കൃത്യമായ അള്ളാഹു പഠിപ്പിച്ച കണക്കുകളാകട്ടെ അത്ഭുതകരമാണ് ലോകത്ത്. പക്ഷെ ഇത് ഖുർആന്റെ വരികളെയോ വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങളെയോ വസ്തുനിഷ്ഠമായി പഠിക്കാനോ വായിക്കാനോ അറിയാനോ മനസ്സിലാക്കാനോ പോലും ശ്രമിക്കാതെ എന്താണ് ത്വലാഖ് എന്ന് പോലും അറിയാത്ത ആളുകൾ ഇപ്പോൾ ത്വലാഖ് നിരോധിക്കണമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. മുത്തലാഖ് നിരോധിക്കണമെന്ന് പറയുന്നു, ബഹുഭാര്യത്വം നിരോധിക്കണമെന്ന് പറയുന്നു. ഇസ്ലാമിന്റെ അനന്തരാവകാശ വ്യവസ്ഥിതി അല്ലെങ്കിൽ സ്വത്തവകാശ രംഗത്ത് ഖുർആന്റെ പരാമർശങ്ങൾ സ്ത്രീ വിരുദ്ധമാണ്, മാനവവിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഖുർആനിനോളം മനുഷ്യനെ മനുഷ്യനായി കാണുകയും ഓരോരുത്തരുടെയും അർഹമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും ഓരോരുത്തരുടെയും മനസ്സിന്റെ വേദനകളും തേട്ടങ്ങളും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഓരോരുത്തർക്കും അർഹമായ അവകാശങ്ങൾ വകവെച്ച് നൽകി ഓരോരുത്തരും നിർവഹിക്കേണ്ട ബാധ്യതകൾ എന്തെന്ന് അക്കമിട്ട് എണ്ണി പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവ്യവേദ പ്രമാണം ഈ വിശ്വമഹാപ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ വരികളല്ലാതെ, അള്ളാഹുവിന്റെ ഗ്രന്ഥമല്ലാതെ, പടച്ചറബിന്റെ ഖുർആൻ അല്ലാതെ മറ്റൊന്നുമില്ല എന്നത് ഒരു പച്ചപ്പരമ യാഥാർത്ഥ്യമായിരിക്കെ എന്നിട്ടും ഖുർആനിനെ ആളുകൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ, ഖുർആൻ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ, ഖുർആനിക ആശയങ്ങൾ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് സ്വാധീനിക്കുവാനുള്ള സാധ്യതകളെല്ലാം കണ്ടു മനസ്സിലാക്കിയ ആളുകൾ പുകമറകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബൂജഹൽ പറഞ്ഞ വർത്തമാനം നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മുഹമ്മദിനെ കുറിച്ച് മോശമായി ഞങ്ങൾക്കൊന്നും പറയാറില്ല, കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച മുഹമ്മദിനെ ഞങ്ങൾക്കറിയാം. മുഹമ്മദിനെ കുറിച്ച്, മുഹമ്മദിന്റെ സ്വഭാവത്തെക്കുറിച്ച്, നടപടിക്രമത്തെക്കുറിച്ച്, വ്യക്തി സ്വഭാവത്തെക്കുറിച്ച് മോശമായി ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ മുഹമ്മദ് കൊണ്ടുവന്നതെന്തോ അതിനോടാണ് ഞങ്ങൾക്ക് വെറുപ്പ്, മുഹമ്മദ് പരിചയപ്പെടുത്തിയതെന്തോ അതിനോടാണ് ഞങ്ങൾക്ക് അറപ്പ്, മുഹമ്മദ് കൊണ്ടുവന്നതെന്തോ അതിനോടാണ് ഞങ്ങൾക്ക് പക, അതിനോടാണ് ഞങ്ങൾക്ക് വിരോധമെന്ന് കൊണ്ടുവന്നത് അള്ളാഹുവിന്റെ വരികളാണ്. ഇത് ഈ മഹാപ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്നും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമെന്ന് ഖുർആൻ വായിക്കുന്ന, ഖുർആന്റെ വരികളിലൂടെ ആഴത്തിൽ കണ്ണോടിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഇത്ര കൃത്യമായി, ഇത്ര ഘടനയോടുകൂടെ, അതെ ഇത്രയധികം വശ്യമായ സാഹിത്യ ഭംഗിയോടെ, ഇത്രമാത്രം സുന്ദരമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു മനുഷ്യനും ഒരു തലച്ചോറിനും ഒരു വലിയ ജനസമൂഹം ഒരുമിച്ച് കൂടിയാൽ പോലും കഴിയില്ല എന്നത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിന്റെ വെല്ലുവിളി ഇതാ, വഇൻ കുൻതും ഫീ റൈബി മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ ഫഇൻ ലം തഫഅലൂ വലൻ തഫഅലൂ ഫത്തഖുൻ നാർ അല്ലതി വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി ഇതാ, ഇതുപോലൊരു ഗ്രന്ഥം, ഇതുപോലെയൊരു സൂറ, ഈ ഗ്രന്ഥത്തിനെ കടപിടിക്കുന്ന ഒരു ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിന്റെ സൂറകൾക്ക് കടപിടിക്കുന്ന ഒരു സൂറ, ഈ ഗ്രന്ഥത്തിലെ ആയത്തുകൾക്ക് കടപിടിക്കുന്ന ആയത്ത് കൊണ്ടുവരാനുള്ള വെല്ലുവിളികൾ 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇന്നും ജ്വലിച്ചു നിൽക്കുകയാണ്. അള്ളാഹുവിന്റെ വെല്ലുവിളി ഖുർആനിന് പകരം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടതായി നമുക്ക് കാണാം. എത്രയെത്ര സംഭവങ്ങൾ, അതെ വിശുദ്ധ ഖുർആന്റെ വരികൾക്ക് പകരം കൊണ്ടുവരാൻ ശ്രമിച്ച അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കുലപതിമാർ വരെ അള്ളാഹുവിന്റെ ഉജ്ജ്വലമായ വരികൾക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന രംഗങ്ങൾ കാണാം. അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ സമ്രാട്ടായ വലീദ് ഇബ്നു മുഗീറ പോലും പരാജയം സംഭവിക്കുന്ന രംഗങ്ങൾ. അതേപോലെ തന്നെ
വലീദ് ബിൻ മുഗീറയെ പോലെയുള്ള ആളുകൾ പരാജയം സമ്മതിക്കുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. സഹോദരങ്ങളെ, ഖുർആനിന് പകരം, ഖുർആന്റെ ആയത്തുകൾക്ക് പകരം കൊണ്ടുവരാൻ ശ്രമിച്ച ആളുകൾ കൊണ്ടുവന്ന വരികളായി നമുക്ക് വായിക്കാൻ കഴിയും. അൽഫീൽ മൽഫീൽ വമാ അദ്റാക മൽഫീൽ. അതെ, ആന. എന്താന? ആന എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയോ? ലഹു ഹുർത്തുമുൻ തവീൽ, അതിനൊരു നീണ്ട തുമ്പിക്കൈയുണ്ട് എന്ന് 2ാം ക്ലാസ് നിലവാരത്തിലുള്ള വർത്തമാനങ്ങളാണ്, വരികളാണ് അവർ കൊണ്ടുവന്നത്. ഈ അടുത്ത കാലത്ത് വരെ ഇസ്ലാമിൻ്റെ വിമർശകരും ശത്രുക്കളുമായ ആളുകൾ ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും എന്നിട്ട് ഖുർആനിന് പകരമുള്ള ഖുർആനിൻ്റെ ആയത്തുകൾ, സൂറകൾ എന്ന് പരിചയപ്പെടുത്താനുള്ള ശ്രമം നടത്തുകയും ഖുർആനിലെ സൂറ മുഅ്മിനൂൻ 23ാമത്തെ സൂറ മുഅ്മിനൂന് പകരമായി ഈ പറയുന്ന തൽപരകക്ഷികൾ സൂറ മുസ്ലിമൂൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അധ്യായത്തിന് പേരിട്ട് ഒരു 5-6-7 വരികൾ പരിചയപ്പെടുത്തി. ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ കഴിയുമ്പോൾ അവർ തന്നെ ആ വരികൾ തിരുത്തുകയും അവർ തന്നെ പല വരികളും ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്ന രംഗം അവർക്ക് തന്നെ ബോധ്യപ്പെടുകയാണ്. സൂറ മുഅ്മിനോളം കിടപിടിക്കുന്ന വരികൾ തങ്ങളുടെ വരികൾക്ക് പാകതയില്ല, തങ്ങളുടെ വരികൾക്ക് പൂർണ്ണതല്ല, തങ്ങളുടെ വരികൾക്കെല്ലാം തകരാറുമുണ്ട്. ഈ വരികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ, ഈ ഉജ്ജ്വലമായ ദൈവികമായ വർത്തമാനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഞങ്ങളുടെ കരങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങളുടെ തലച്ചോറുകൾക്ക് പാകതയില്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഉറപ്പില്ല എന്ന് അവർക്ക് തന്നെ തിരിച്ചറിയുകയും അവർ തന്നെ തിരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തേ അള്ളാഹുവിൻ്റെ വരികൾ തിരുത്തേണ്ടതില്ലാത്തവണ്ണം ഉജ്ജ്വലമാണ് എന്ന ബോധ്യം എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നില്ല? അള്ളാഹുവിൻ്റെ നിയമങ്ങൾ തിരുത്തപ്പെടേണ്ടതില്ലാത്തവണ്ണം പൂർണ്ണതയുള്ളതാണ് എന്ന തിരിച്ചറിവ് എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നില്ല? കാലങ്ങൾ എത്ര കഴിഞ്ഞാലും, അത് 14 നൂറ്റാണ്ട് മുമ്പാണെങ്കിലും ഈ 2016 ഇനിയും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാലും കാലത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അല്ല പഠിപ്പിച്ച നിയമങ്ങളെ, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളെ കാലത്തിന്റെ മാറ്റമനുസരിച്ച്, കാലചക്രത്തിന്റെ കറക്കമനുസരിച്ച് ശരീഅത്ത് നിയമങ്ങൾ തിരുത്തണമെന്ന അർത്ഥത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ വരികളെയാണ് അവർ വെല്ലുവിളിക്കുന്നത്, അള്ളാഹുവിന്റെ ശക്തമായ നിർദ്ദേശങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ സാർവകാലിക പ്രസക്തമാണ്, അള്ളാഹുവിന്റെ വരികൾ ഉജ്ജ്വലമാണ്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഇന്നും ലോക മനസ്സുകളെ നിരന്തരം സ്വാധീനിക്കുന്ന ഗ്രന്ഥമാണ്. എത്രയേറെ പറയണം. ഈ അടുത്ത കാലത്ത് അതേ ഫ്രം മൈ സിസ്റ്റേഴ്സ് ലിപ്സ് എന്ന പുസ്തകം ചർച്ച ചെയ്യപ്പെട്ടു. അതിന്റെ മലയാള പരിഭാഷ വരെ മലയാള മണ്ണിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആ പുസ്തകത്തിൽ നായിമ ഇ റോബർട്ട് എന്ന ഒരു സ്ത്രീ, ഒരു സഹോദരി എഴുതുകയാണ്, മ്യൂസിക്കിന്റെ ലോകത്തായിരുന്നു ഞാൻ. അതേ, സംഗീതം കേട്ട് ഹരം കൊണ്ട് നടന്നിരുന്നൊരു കാലം, ചുരുങ്ങിയ വസ്ത്രമിട്ട് നഗ്നത പ്രദർശിപ്പിച്ച് ലഹരി ഉപയോഗിച്ച് ഡാൻസ് ബാറുകളിൽ തുള്ളിക്കളിച്ചിരുന്ന കാലം, സംഗീതമില്ലാതെ ഒന്ന് മുന്നോട്ട് പോകാൻ പോലും പറ്റാത്തൊരു സാഹചര്യം, ലഹരിയില്ലാതെ മുന്നോട്ട് പോകാൻ പോലും പറ്റാത്ത സാഹചര്യം, ലഹരിയിലും സംഗീതത്തിലും മുങ്ങിക്കുളിച്ച് അടിച്ചുപൊള്ളിയൻ ലൈഫുമായി ഒരു യൂറോപ്യൻ വനിതയുടെ സ്വാഭാവികമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരിയുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹുവിന്റെ വരികൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അള്ളാഹുവിന്റെ വരികൾ അവർ കേൾക്കുന്നത് ഇയർഫോണുകളിലൂടെ. അടിച്ചുപൊളിയൻ വെസ്റ്റേൺ മ്യൂസിക്കുകൾ മാത്രം കേട്ട് ശീലമുള്ളവൾ അള്ളാഹുവിന്റെ വരികൾ കേൾക്കുന്നു. റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്ന് തുടങ്ങിയ ശ്രദ്ധേയമായ വരികൾ അവർ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആ വരികൾ അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നു. പിന്നീട് അവർ പ്രതികരിച്ചത്, ഒരു കാലത്ത് സംഗീതമില്ലാതെ മുന്നോട്ട് പോകാൻ പോലും കഴിയാത്ത എനിക്ക് ഇന്ന് ഖുർആന്റെ വരികൾ കേൾക്കാതെ, ഖുർആന്റെ വരികൾ വായിക്കാതെ, ഖുർആനുമായി ബന്ധപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എൻ്റെ മനസ്സുകളെ വിശുദ്ധ ഖുർആൻ വല്ലാതെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. തീർച്ചയായും ഇത് അള്ളാഹുവിൻ്റെ വരികളാണ്, ഇത് അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തലച്ചോറുകളെ സ്വാധീനിച്ച അള്ളാന്റെ ഗ്രന്ഥം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാന്റെ വരികൾ ഹൃദയം തുറന്ന് വായിച്ച ആളുകൾക്ക് മധുരിതമായ അനുഭൂതികളും ഓർമ്മകളും പകർന്നു നൽകിയ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ഈ കാലഘട്ടത്തിലും ഈ സൈബർ യുഗത്തിലും ഇന്നത്തെ തലച്ചോറുകളിലും സ്വാധീനം ചെലുത്തുന്നു ഖുർആൻ. ഇന്നും ഖുർആനിനെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് വായിക്കുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ മധുരിതമായ എല്ലാ അർത്ഥത്തിലുള്ള അനുഭൂതികൾ പകർന്നു നൽകുന്നു ഇസ്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനിനെ ആ ഒരു ഹൃദയ വിശുദ്ധിയോടുകൂടെ, ഖുർആനിനെ ആ ഒരു ഹൃദയ വിശാലതയോടുകൂടെ, ഖുർആനിലെ ഒന്നാമത്തെ സൂറ ഫാത്തിഹ മുതൽ വിശുദ്ധ ഖുർആനിലെ 114ാമത്തെ സൂറ നാസ് വരെ ഇതെല്ലാം മുഴുവൻ അധ്യായങ്ങളും അള്ളാഹുവിന്റെ വരികളാണ്, അള്ളാഹുവിന്റെ വർത്തമാനമാണ്. അവൻ എന്നോടാണ് ഓരോ ആയത്തിലൂടെയും സംസാരിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടെ, എന്ന ബോധ്യത്തോടുകൂടെ, എന്ന ബോധത്തോടുകൂടെ ഖുർആനിനെ കാണാൻ, ഖുർആനിനെ കേൾക്കാൻ, ഖുർആനിനെ വായിക്കാൻ,
ഖുർആനിലൂടെ കടന്നു പോവാൻ, ഖുർആന്റെ വരികളിൽ ആഴ്ന്നിറങ്ങാനുള്ള മനസ്സും ഈമാനികമായ ഉണർവും ഉണ്ടാകേണ്ടതുണ്ട് നമുക്ക്. അതിന് ഈ സെമിനാറും ഈ സംഗമവും നമുക്ക് സഹായകമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വിഷയത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നാഥ, വിശുദ്ധ ഖുർആൻ വായിക്കുന്ന, വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, വിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും ജീവിതത്തിൽ മാതൃകാപരമായി പകർത്തുന്ന, മാതൃകാപരമായി ജീവിക്കുന്ന, വിശുദ്ധ വിശ്വാസത്തിൻ്റെയും മാതൃകാപരമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയെല്ലാം അംഗങ്ങളാക്കുമാറാകണമേ. ഖുർആൻ നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എല്ലാ അർത്ഥത്തിലുള്ള ശിഫയും, എല്ലാ അർത്ഥത്തിലുള്ള ഹുദയും, എല്ലാ അർത്ഥത്തിലുള്ള റഹ്മത്തും ചൊരിഞ്ഞു തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. ഖുർആനിന്റെ ആശയങ്ങളെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള സഹോദരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് പകർന്നു നൽകാനുള്ള അവസരവും സാധ്യതയും നൽകി നീ അനുഗ്രഹിക്കുമാറാകണമേ. വസ്സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.